ഒരു പരിധി വരെ ഇതിലൊക്കെ രാഹുൽ ഈശ്വറിനെ ഞാൻ ഒരിക്കലും പിന്തുണയ്ക്കില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വിഷയം ഇത്രയും കത്തിച്ച് വൈകാരിക തലത്തിൽ വേറെ ലെവലിലേക്ക് ആക്കി മാറ്റാൻ മുന്നിൽ നിന്നിട്ടുള്ള ആളാണ് കേട്ടോ ഈ രാഹുൽ ഈശ്വർ. ഭരിക്കാനായിട്ട് നമ്മൾ വോട്ട് കുത്തിയ ആൾക്കാര് നമ്മുടെ കൺമുന്നിൽ കൊള്ള ചെയ്തിട്ട് ഇപ്പൊ നമുക്ക് ഇവിടെ സംസാരിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുമ്പോൾ നോക്കുക, അമിത ധൂർത്ത് ഭരണപക്ഷം നമ്മൾ കണ്ടതാണല്ലോ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലൊക്കെ രോഗി ഉപകരണത്തിൽ എന്ന് പറഞ്ഞ ഡോക്ടർ ഹാരിസ് വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിജീവിത എന്ന് പറഞ്ഞ ആൾക്ക് ഒരുപാട് സൈബർ ലിഞ്ചിങ് വരുന്നു അല്ലെങ്കിൽ അങ്ങനെ വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇതിനു മുമ്പ് ഇവിടെ സൈബർ ലിഞ്ചിങ് ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഈ സൈബർ ലിഞ്ചിങ് വരും എന്നൊക്കെ അറിഞ്ഞു തന്നെയാണ് നമ്മൾ ഇത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോ അതിനുള്ളൊരു മനധൈര്യം അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം വിഷയങ്ങൾ നമ്മുടെ ലൈഫിലും നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെന്ന് ചാടാവൂ. പക്ഷെ സത്യം ഭയങ്കര സങ്കടം തോന്നും. ഈ ഒരു സിസ്റ്റം ഇത്രയും അപജയം, ആരും ഇതൊന്നും ചോദിക്കാൻ ആളില്ല, ഒരു നാഥനില്ല കളരിയാണ്. ഇതൊക്കെ ചോദിക്കേണ്ടത് പ്രതിപക്ഷം ശക്തമായിട്ട് ഇറങ്ങി നിന്ന് ചോദിക്കണം. കാരണം പൊതുസമൂഹത്തിൽ അവരൊരു MLA ആണ്, കെ രമ. MLA മാത്രമല്ല, ഒരു TP എന്ന് പറഞ്ഞ വ്യക്തിനെ കമ്മ്യൂണിസ്റ്റ് ഭീകരന്മാർ അതിഭീകരമായിട്ട് 51 വെട്ടിട്ട് കൊന്ന് നിശബ്ദമാക്കിയിട്ടുള്ള ഒരു എതിർശബ്ദത്തിനെ നിശബ്ദമാക്കിയിട്ടുള്ള കേരളം കണ്ട നിഷ്ഠൂരമായ ഒരു കൊലപാതകം. അതിന്റെ ഇരയുടെ വിധവയാണ് ആ സ്ത്രീ. അതും സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള ഒരു വ്യക്തിനെ ഏറ്റവും മ്ലേച്ഛമായിട്ടുള്ള അവരുടെ ഫോട്ടോ ഇട്ടിട്ട് അപമാനിച്ചു. ഇതാണ് ആ ഇര എന്ന് പറഞ്ഞ് അപമാനിച്ചിട്ട് ഒരു DYFI എന്ന് പറഞ്ഞ യുവജന പ്രസ്ഥാനത്തിന്റെ ഒരു ലേഡി അവരെ പോസ്റ്റ് ഇപ്പൊ മാറ്റിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ എതിരെ കേസെടുക്കാൻ നമ്മുടെ സൈബർ പോലീസിന് ധൈര്യമുണ്ടോ? ഇല്ല. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ലൈംഗികാരോപണ ഗർഭചിത്ര പരാതി, അതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ അദ്ദേഹം നിരാഹാരത്തിലേക്ക് അടക്കം കടക്കുന്നു. നിർണായകമായിട്ടുള്ള ചില നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി കേരളം മൊത്തം തിരഞ്ഞ് അരിച്ചു പെറുക്കുന്ന പോലീസ് സംവിധാനങ്ങൾ, ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത. പക്ഷേ സമൂഹത്തിൽ ഇന്ന് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം എന്ന് പറയുന്നത് തികച്ചും ഈ ഒരു വിഷയം മാത്രമല്ല, മറിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഗൗരവമായിട്ടുള്ള പല വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ് അഞ്ജു പാർവതി പ്രവീഷ് എന്ന് പറയുന്ന സാമൂഹിക പ്രവർത്തക. നമുക്കറിയാം, മുഖ്യമന്ത്രി പിണറായി വിജയന് വലിയൊരു വാഹനം എന്നുള്ള രീതിയിൽ 2 കോടിയിലധികം വിലവധിക്കുന്ന പുതിയൊരു കാറടക്കം വാങ്ങാനുള്ള തീരുമാനമായി എന്നുള്ള വാർത്തകൾ ഇന്ന് പുറത്തു വന്നിരുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കിഫ്ബി വഴി വലിയ പണം ആണ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ തന്ത്രപരമായിട്ട് പണം വിനിയോഗിച്ചു, അല്ലെങ്കിൽ തന്ത്രപരമായിട്ട് വിനിയോഗിച്ചു എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയല്ല, മറിച്ച് മന്ത്രിമാർക്കും മന്ത്രിസഭയ്ക്കും ഒക്കെ വേണ്ടിയിട്ട് വിനിയോഗിച്ചു എന്ന തരത്തിൽ കിഫ്ബി മസാല ബോണ്ട് കേസ് നിർണായക വഴിത്തിരിവിലേക്ക് പോകുന്നു. അതേപോലെ തന്നെ ശബരിമല സ്വർണ്ണപ്പാളി വിവാദവും അതിഗുരുതരമായിട്ടുള്ള വിഷയമായിട്ട് നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഒരു സ്ത്രീ വിഷയം ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. എന്തായാലും ഇത് കേരളത്തിന്റെ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു സന്ദേശം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അഞ്ജു പാർവതി പ്രവീഷ് മലയാളി വാർത്തയോട് പ്രതികരിക്കുന്നത്. മാം, രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ മാധ്യമങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട ചർച്ച. ഇതില് നമ്മൾ ചർച്ച ചെയ്യേണ്ടുന്ന, അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് നിർണായകമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരേണ്ടുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ശബരിമല പോലുള്ള വിഷയങ്ങളായിരുന്നു. അപ്പോ ഈ ഒരു രാഹുൽ ഈശ്വർ വിഷയം ആളിക്കത്തുന്ന സമയത്ത് എന്ത് തോന്നുന്നു രാഷ്ട്രീയപരമായിട്ട് നോക്കുമ്പോ? രാഷ്ട്രീയപരമായിട്ട് നോക്കുമ്പോൾ ഇത് എന്താ പറയുക, സത്യത്തില് സംസാരിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. അത് നമ്മളിപ്പോ ഒരു ഗർഭത്തിന്റെ പിന്നാലെയും അല്ലെ ഒരു നമ്മൾ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലെങ്കിൽ രാഹുൽ ഈശ്വർ എന്നുള്ള ഇതിലേക്ക് അങ്ങ് മാറി പോയിട്ടുണ്ട്. ഇത് സത്യം പറഞ്ഞാല് അതില് ഒരു പരിധി വരെ ഇതിലൊക്കെ രാഹുൽ ഈശ്വറിനെ ഞാൻ ഒരിക്കലും പിന്തുണയ്ക്കില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വിഷയം ഇത്രയും കത്തിച്ച് വൈകാരിക തലത്തിൽ വേറെ ലെവലിലേക്ക് ആക്കി മാറ്റാൻ മുന്നിൽ നിന്നിട്ടുള്ള ആളാണ് കേട്ടോ ഈ രാഹുൽ ഈശ്വർ. രാഹുൽ ഈശ്വർ കുറെ കാര്യങ്ങൾ വെളിപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് വേണ്ടിയിട്ട് പോസിറ്റീവായിട്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ഒരു വിഷയം വരുമ്പോൾ സത്യം പറഞ്ഞാല് ആ ഒരു വിഷയത്തിന് ഇത്രയും പ്രാധാന്യം കൊടുത്ത് പുള്ളിക്കാരൻ എന്താ പുരുഷ കമ്മീഷനോ അതിനൊക്കെ വേണ്ടിയിട്ട് പുരുഷന്മാർക്ക് വേണ്ടി പോരാടുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ രാഹുൽ ഈശ്വറിനെ പോലുള്ള വ്യക്തികള് സത്യം പറഞ്ഞാൽ മീഡിയ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കാണിച്ചു കൂടുന്ന കുറെ കാര്യങ്ങളില് ഇതൊന്നും ഒരു കോമൺ പീപ്പിൾ, സാധാരണ വ്യക്തിക്ക് രാവിലെ വീട്ടുജോലിക്കോ അല്ലെങ്കിൽ കൂലി ജോലിക്കോ ഒക്കെ പോകുന്ന സാധാരണ നമ്മൾ സംസാരിക്കേണ്ട അങ്ങനത്തെ മനുഷ്യർക്ക് കൂടെ വേണ്ടിയിട്ടാണല്ലോ. രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് പോകുന്ന മനുഷ്യരെ ബാധിക്കുന്ന ഒന്നേ ഈ ഗർഭമോ രാഹുൽ ഈശ്വറിന്റെ അറസ്റ്റോ രാഹുൽ ഈശ്വറിന്റെ ഈ ഒരു യൂട്യൂബ് ചാനലിന്റെ മുന്നിലിരുന്നിട്ടുള്ള വിഷയങ്ങളൊക്കെ അവരെ ബാധിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. അതാണ് സത്യം പറഞ്ഞാല് ഇപ്പൊ പ്രതിപക്ഷമാണെങ്കിലും അഡ്രസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു വിഷയമുണ്ട്. അതായത് നമ്മള് ഭരിക്കാനായിട്ട് നമ്മൾ വോട്ട് കുത്തിയ ആൾക്കാര്
നമ്മുടെ കൺമുന്നിൽ കൊള്ള ചെയ്തിട്ട് ഇപ്പൊ നമുക്ക് അവിടെ ഇവിടെ സംസാരിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുമ്പോൾ നോക്കുക, അമിത ധൂർത്ത് ഭരണപക്ഷം നമ്മൾ കണ്ടതാണല്ലോ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലൊക്കെ രോഗി ഉപകരണങ്ങൾ എന്ന് പറഞ്ഞ ഡോക്ടർ ഹാരിസ് വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആൻജിയോപ്ലാസ്റ്റിയുടെ കാര്യം പറഞ്ഞിട്ടൊരു രോഗി മരണപ്പെട്ടുണ്ടായിരുന്നു. എത്ര നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുള്ള എത്ര സോഷ്യൽ ഇഷ്യൂസ് ഉണ്ട് ഇവിടെ. പക്ഷെ ആ ഒരു സോഷ്യൽ ഇഷ്യൂസ് ഒന്നും ചർച്ച ചെയ്യപ്പെടരുത് എന്നുള്ളൊരു കൃത്യമായ അജണ്ട ആർക്കൊക്കെയുണ്ട്. ഈ ശബരിമല വിഷയം തന്നെ നമ്മൾ പറയുമ്പോൾ അത് SIR നമുക്കറിയാം, വാസു പത്മനാഭൻ ആ ഇതിലേക്ക് എത്തി നിന്ന് അടുത്തത് കടകംപള്ളി സുരേന്ദ്രൻ എന്നുള്ള ഫാക്ടറിയിലേക്ക് എത്തി. അതോടൊപ്പം തന്നെ തന്ത്രിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കുമാണ് ഈ ഒരു വിഷയം മറ്റേ വിഷയം വരുന്നത്. ആ വിഷയം വരുമ്പോഴാണ് നമുക്കറിയാം ഈ രാഹുൽ ഈശ്വർ അതിഭയങ്കരമായിട്ട് രാഹുൽ ഈശ്വറിന്റെ ഒരു സൈഡിൽ നിന്ന് അത് ആർക്ക് വേണ്ടി, പുരുഷന്മാർക്ക് വേണ്ടി നീതി എന്നുള്ള രീതിയിൽ അങ്ങേയറ്റം ഇത് രണ്ടുപേര് തമ്മിലുള്ള പ്രശ്നമാണ്. ആക്ച്വലി ഇതെന്ന് പറയുമ്പോ കേരളത്തിലെ ആൾക്കാർക്ക് സംസാരിക്കേണ്ട ഒരു ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം പോലും അല്ല. അതിൽ തന്നെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ആള് ജനപ്രതിനിധി, ജനങ്ങൾ വോട്ട് ചെയ്ത് നമ്മൾ സെലക്ട് ചെയ്തൊരു ജനപ്രതിനിധി ആയതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു വിഷയം വന്നതുകൊണ്ട് കുറച്ചുനാള് ഇത് മാത്രമല്ലല്ലോ ഒരു ഭീകരമായിട്ടുള്ളത്, അത് രണ്ടുപേര് തമ്മിലുള്ള ഇഷ്യൂ ആയിരുന്നു. അത് ആദ്യമേ ആ പെൺകുട്ടി കോടതിയും കേസുമായിട്ട് മുന്നോട്ട് പോയിരുന്നെങ്കിൽ സൈബർ ബുള്ളിങ് അതൊരു സൈഡിലുണ്ട്, സൈബർ ബുള്ളിങ്ങും സൈബർ ലിഞ്ചിങ് ഒക്കെ ഉണ്ട് എന്ന് സമ്മതിക്കുമ്പോൾ തന്നെ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും സൈബർ ലിഞ്ചിങ് വരും. അതറിയാവുന്നത് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയല്ലോ. ഇപ്പൊ ആര് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ ഇപ്പം ഇരയ്ക്കുള്ള ഇരയ്ക്ക് അല്ലെങ്കിൽ അതിജീവിത ആ ടേം തന്നെ പറയണം. അതിജീവിത എന്ന് പറഞ്ഞ ആൾക്ക് ഒരുപാട് സൈബർ ലിഞ്ചിങ് വരുന്നു അല്ലെങ്കിൽ അങ്ങനെ വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇതിനു മുമ്പ് ഇവിടെ സൈബർ ലിഞ്ചിങ് ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഈ സൈബർ ലിഞ്ചിങ് വരും എന്നൊക്കെ അറിഞ്ഞു തന്നെയാണ് നമ്മൾ ഇത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോ അതിനുള്ളൊരു മനധൈര്യം അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം വിഷയങ്ങൾ നമ്മുടെ ലൈഫിലും നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെന്ന് ചാടാവൂ. അത് മറ്റൊരു വശം. അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ സംസാരിക്കുന്നതും ഇതല്ല, കോടതിയിൽ നടക്കേണ്ട ഒരു വിഷയമാണ്. അതിന്റെ നെല്ലും പതിരും ഒക്കെ കോടതിയും നിയമവും ഒക്കെ ഇതാക്കിക്കോട്ടെ. പക്ഷെ അപ്പോഴും ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വിഷയം മാത്രമല്ല, രാഹുൽ ഈശ്വർ അത് പരിധി വിട്ടുപോയി. കാരണം 1 or 2 വീഡിയോ ചെയ്യണ പോലെ അല്ല, ഇത് തന്നെയായിരുന്നു പുള്ളിക്കാരന്റെ ഒരു ടോപ്പിക്. അത് ഏച്ചു പിടിക്കാൻ ഞാൻ അപ്പോഴും ഞാൻ പറയുന്നുണ്ട്, രാഹുൽ ഈശ്വറിനെയൊക്കെ ഇത്രയും വലിയൊരു സ്റ്റാർ ആക്കി മാറ്റാൻ മുന്നിൽ നിന്നിട്ടുള്ളത് മീഡിയാസ് ആണ് അല്ലെ. ഏത് ചർച്ച വന്നു കഴിഞ്ഞാലും പീഡനമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏത് ചർച്ച വന്നാലും തുടക്കകാലം തൊട്ട് നടന്റെ ആയിക്കോട്ടെ, ഏത് ബോബി ചെമ്മണ്ണൂർ തൊട്ട് എന്ത് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും അപ്പുറത്തെ സൈഡില് ചാനലുകാർ തന്നെ ചോദിക്കും, റേറ്റിംഗിന് വേണ്ടി ചോദിക്കും, രാഹുൽ ഈശ്വർ അദ്ദേഹം വരുന്നുണ്ടോ. അങ്ങനെ വന്ന് വലിയൊരു സെലിബ്രിറ്റി ആക്കി മാറ്റതും ഇതേ മീഡിയാസ് ആണ്. എന്നിട്ട് രാഹുൽ ഈശ്വറിന്റെ ഈ ഒരു വിഷയം വന്നു, അപ്പൊ മാങ്കൂട്ടമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളും ന്യായീകരണങ്ങളും ഒക്കെ വരുമ്പോഴും അതിന് ഇത്രയും മീഡിയ അറ്റൻഷൻ കൊടുത്തോണ്ടിരുന്നത് മീഡിയാസ് ആണ്. ഇത് ഞാൻ സംശയിക്കുന്നുണ്ട്, മുഖ്യധാരാ മീഡിയാസ് ഒക്കെ തന്നെ ഈ സ്വർണ്ണക്കടത്ത് ശ്രദ്ധയിൽ കൊണ്ടുവരാതിരിക്കാൻ. അതുപോലെ ഇപ്പൊ മസാല ബോണ്ടിന്റെ വിഷയം വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ദൂർത്ത് 1,10,00,000 രൂപയുടെ പുതിയ കാറ് മേടിക്കാൻ വന്നു. 2 വർഷം മുമ്പ് കണ്ടാണ് ഇതുപോലൊരു ആഡംബര കാറ് വാങ്ങിയത്. അതുപോലെ ഇവിടെ തൊഴുത്ത് തൊട്ട് ആഡംബരമാണ് അദ്ദേഹത്തിന്റെ പശു തൊഴുത്ത്. ഞാനൊക്കെ അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് താമസിക്കുന്ന വ്യക്തിയല്ലേ, ഞങ്ങൾക്ക് അറിയാവുന്നതല്ലേ. ഞാനൊക്കെ ക്ലിഫ് ഹൗസിന്റെ അകത്തൂടെ സ്കൂളിൽ പോയ ഒരു ബാല്യകാലമാണ് എനിക്കുണ്ടായിരുന്നത്. ഈവൻ ഉമ്മൻചാണ്ടി സർക്കാർ ഉള്ള സമയം വരെ ഞങ്ങൾ ക്ലിഫ് ഹൗസിന്റെ അകത്തൂടെയാണ് ഞങ്ങൾ യാത്ര ചെയ്യണത്. നിർമ്മല ഭവൻ സ്കൂൾ എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോൾ കുട്ടികൾ ക്രൈസ്റ്റ് നഗർ സ്കൂൾ ആയിക്കോട്ടെ, ആ താഴെ താമസിക്കുന്ന ആൾക്കാരൊക്കെ, വയ്യമ്മ ജംഗ്ഷനിൽ താമസിക്കുന്ന ആൾക്കാരൊക്കെ നടന്നു പൊക്കോണ്ടിരുന്ന ഇതാണ്. ഇതിപ്പോ ഫാസിസ്റ്റ് സർക്കാർ വന്ന പോലെ അതിന്റെ അകത്ത് വഴിയും പ്രവേശനമൊക്കെ ഇതാക്കി ആ ചുറ്റുവട്ടത്തുള്ള മനുഷ്യർക്കറിയാം. അവിടെ നമ്മൾ കണ്ടിട്ടുണ്ട് റിയൽ ഫാസിസം എന്താണ്, എന്തൊക്കെയാണ് ഇവിടെ നടത്തുന്നത്. ആ ക്ലിഫ് ഹൗസ് സൈഡിന്റെ ബാക്ക് സൈഡിൽ കൂടെ പോകാൻ പറ്റത്തില്ല, ചാണകത്തിന്റെ മണമാണ് ആ തൊഴുത്ത്, അത്യാഡംബരമായിട്ടുള്ള തൊഴുത്ത്, ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ടുണ്ട്. അവിടെ നിന്നൊന്ന് ഇറങ്ങി വേറെയുള്ള ഏരിയകളിൽ പോയി നോക്കിക്കഴിയുമ്പോഴേക്കും 4 ലക്ഷം ലൈഫ് മിഷൻ എന്ന് പറഞ്ഞുള്ള വീട് ഒരു ഒറ്റമുറി അതുപോലും ഇല്ലാതെ ജനങ്ങള് കഷ്ടപ്പെടുന്നുണ്ട്. വിലക്കയറ്റമുണ്ട്. ഇതൊന്നും ആർക്കും സംസാരിക്കണ്ട. എല്ലാവരും ഒരു ഗർഭത്തിന്റെ പുറകെ. ഞാൻ അതാണ് പറയുന്നത്, ഒരു സാധാരണ ആൾക്കാർക്ക് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്യണ മനുഷ്യർക്ക് അവരെ ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല ഒരു ജനപ്രതിനിധി കിട്ടിയ അവസരം വെച്ച് അയാളുടെ കോഴിത്തരത്തിന് വേണ്ടിയിട്ട് പെണ്ണുങ്ങളുടെ അടുത്ത് പോണതും, അതുപോലെ പെൺകുട്ടികൾ ട്രാപ്പോ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പോയി ചാടി വീണിട്ട് കരയണതും. ഇത് ആർക്കും നമ്മളെ സാധാരണ മനുഷ്യരെ ബാധിക്കുന്ന ഒരു പ്രശ്നമേ അല്ല. സാധാരണ മനുഷ്യർക്ക് അറിയേണ്ടത് വിലക്കയറ്റം കുറയുമോ, അവർക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റുമോ, ഇങ്ങനത്തെ വിഷയങ്ങളാണ്. അതോടൊപ്പം നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്, നമ്മൾ വോട്ട് കുത്തി ജനിച്ച ആൾക്കാർ നമ്മുടെ മുന്നിൽ കേരളം ഇത്രയും സാമ്പത്തിക പ്രതിസന്ധി, അതും ബാലഗോപാലിനെ പോലുള്ള ധനകാര്യ മന്ത്രി ജനങ്ങളോട് 2ാം വട്ടം കയറുമ്പോൾ പറഞ്ഞെന്താണ്, ഓരോരുത്തരും മുണ്ട് മുറുക്കി കൊടുത്ത് ചെലവ് ചുരുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഇതിലാണ് ഇവിടെ അത്യാഡംബരമായിട്ടുള്ള ചെലവുകൾ നമ്മൾ കണ്ടിട്ടുള്ളത്. ഈവൻ ശബരിമല വിഷയം വന്നപ്പോൾ പോലെ കോടികൾ എടുത്തിട്ടല്ലേ അവരൊരു അയ്യപ്പ സംഗമം നടത്തിയത്. ആർക്ക് വേണ്ടിയായിരുന്നു അയ്യപ്പ സംഗമം? ഭക്തർക്ക് വേണ്ടിയിട്ടോ?
എന്നിട്ട് അയ്യപ്പ സംഗമം നടത്തി നമ്മുടെ ശബരിമലയിലെ എല്ലാ കാര്യങ്ങളും നോക്കും, അഡ്രസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ടതാണ് ശബരിമലയോട് ചെയ്തിട്ടുള്ള നീതികേടിന്റെ സെൻസ്. മറ്റേ സ്വർണ്ണക്കടത്ത് മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, യുവതീ പ്രവേശനമല്ല. ഈ വർഷം ശബരിമലയിൽ വന്നിട്ടുള്ള ഒരു ക്രൗഡ് മാനേജ്മെന്റ് എന്താണെന്ന് പോലും അറിയാത്ത രീതിയിലായിരുന്നു അവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ആരുമില്ലായിരുന്നു. ഇന്നും സദ്യ കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് അത് ഒരാഴ്ചത്തേക്ക് മാറ്റിവെക്കുന്നു എന്ന് പറയുന്നുണ്ട്. എന്ത് അടിസ്ഥാന സൗകര്യങ്ങളാണ് ഭക്തർക്ക് വേണ്ടിയിട്ട് അവിടെ ഉള്ളത്? കുടിവെള്ള പ്രശ്നം, എത്രയോ ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. ഇതൊന്നും ഒരു ജനകീയ സർക്കാരിന് നോക്കാൻ ഇതില്ല. അദ്ദേഹം അപ്പോഴേക്കും വിദേശത്ത് പോയി. ഈ വിദേശത്ത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദേശയാത്ര നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. എന്തിനു വേണ്ടി? ഇവിടെ മഴ ഒന്ന് പെയ്തു കഴിഞ്ഞാൽ ആമേഴഞ്ചൻ തോടിന്റെ അകത്ത് മാലിന്യങ്ങളാണ്. അതായത് അദ്ദേഹം താമസിക്കുന്ന ക്ലിഫ് ഹൗസിന്റെ തൊട്ട് താഴെ ഒരു ചാറാച്ചിറ കുളമുണ്ട്. വന്ന് നോക്കണം, പ്ലാമൂട് പോണ വഴിയില് ആ കുളത്തിനൊക്കെ എത്രയോ വർഷം അതിന് ചുറ്റും താമസിക്കുന്ന മനുഷ്യർക്ക് ജീവിക്കാൻ വയ്യ. കാടും കൂത്താടികളും ഒക്കെ ആയിട്ട് കിടക്കുവാണ്. ക്ലിഫ് ഹൗസിന്റെ പരിസരത്താണ് അതൊക്കെ. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അഡ്രസ് ചെയ്യാൻ ആരുമില്ല. അപ്പോ മാധ്യമങ്ങൾക്ക് വേണ്ടതും ഒരു ചീഞ്ഞ ഗർഭകഥയാണ്. ജനങ്ങൾക്കൊന്നും ഇതിൽ താല്പര്യമില്ല. 1-2 ദിവസം കേൾക്കും. ഇവിടെ മസാല ബോണ്ട് വന്നിട്ടുണ്ട്, മസാല കഥകൾ ആഞ്ഞു വിളമ്പി കൊടുക്കുമ്പോൾ അതിന് മേലെ ഈച്ചാർത്ത് നടക്കുന്നുണ്ട് പൊതുജനം എന്ന് വിചാരിച്ചിട്ട് അതങ്ങ് വിളമ്പി വെക്കുവാണ്. പക്ഷെ സത്യം ഭയങ്കര സങ്കടം തോന്നും. ഈ ഒരു സിസ്റ്റം ഇത്രയും അപജയം, ആരും ഇതൊന്നും ചോദിക്കാൻ ആളില്ല. ഒരു നാഥനില്ല, കളരിയാണ്. ഇതൊക്കെ ചോദിക്കേണ്ടത് പ്രതിപക്ഷം ശക്തമായിട്ട് ഇറങ്ങി നിന്ന് ചോദിക്കണം. സമര പരിപാടികള് ഇത് നമുക്കിവിടെ വേണ്ടത്. അതായത് എന്താണ്, ഇതിപ്പോ കുറെ മീഡിയാസ് ആയിക്കോട്ടെ, ആ മീഡിയ അറ്റൻഷൻ കിട്ടേണ്ട ആൾക്കാരായിക്കോട്ടെ, ഇത് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഒരു ഗർഭമാണെന്നാക്കി വെച്ചു. അത് കാരണം അങ്ങനത്തെ രീതിയിൽ ചർച്ചകൾ വന്നു. ഇന്നലെ ഫുൾ ഞാൻ ആലോചിച്ച് നോക്കുവാണേ, ഒരാഴ്ചയായിട്ട് അല്ലെങ്കിൽ 4-5 ദിവസമായിട്ട് ഒറ്റ മീഡിയാസിന് സ്വർണ്ണക്കടത്തിനെ കുറിച്ച് പറയണ്ട. ഇത്രയും ആലോചിച്ച് നോക്കണം. വിശ്വാസികളുടെ ഏറ്റവും പരിഭാവനമായിട്ടുള്ള ഒരു അമ്പലം ശബരിമലയിൽ കൺമുന്നിൽ നടന്ന ഈ കാട്ടുകൊള്ളയെ കുറിച്ച് ഒരു മനുഷ്യർക്ക് സംസാരിക്കണ്ട. ഗവൺമെന്റിന്റെ നയങ്ങള്, അവരുടെ ദൂർത്ത്, ആഡംബരം, അതിനെക്കുറിച്ച് ആർക്കും സംസാരിക്കണ്ട. ഒരു ഗർഭം, ഇതിന് ചുറ്റും ഗർഭചിത്രം, അതിനാണ് വീണ്ടും കോടതിയിൽ പോയ ഒരു കേസാണ്. അതിന്മേലൊരു ചർച്ചയ്ക്ക് പോലും ഇവിടെ ഇമ്പോർട്ടൻസ് ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ രാഹുൽ ഈശ്വർ തന്നെ ഇപ്പൊ നിരാഹാരം, ഇനി രാഹുലിനറിയാം ഈ നിരാഹാരം വെച്ചിട്ട് ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച മീഡിയാസ് അതിന്റെ പിന്നാലെ പോകും. അപ്പോഴേക്കും ഇവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പായി. സത്യം ഇവിടെ SIR തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം കംപ്ലീറ്റഡ് ആയെന്നോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വോട്ടർമാർക്ക് എല്ലാവർക്കും ആയിട്ടുണ്ടെന്നൊന്നും ആർക്കും ശ്രദ്ധിക്കാൻ സമയമില്ല. ഇവിടെ പ്രധാന ചർച്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അവിഹിത കഥയും അത് എന്താ പറയുക മസാല കഥ, അത് 4 നേരം വിളമ്പിക്കൊടുക്കണ കുറെ മീഡിയാസുമാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരിക്കലും ഓൺലൈൻ മാധ്യമങ്ങളെയോ മറ്റ് യൂട്യൂബേഴ്സിനെയോ പറയത്തില്ല. മുഖ്യധാരാ മാധ്യമങ്ങൾ അവരിതിന് കാണിക്കുന്ന അമിത ശ്രദ്ധ, അതാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. എന്തുകൊണ്ട്? ബിക്കോസ് അവർക്കും അതാണ്, ഇത് മറയ്ക്കപ്പെടേണ്ട ഒരുപാട് സംഗതികൾ ഈ ഗർഭത്തിന്റെ പിന്നാലെ ആയി പോകുന്നുണ്ട്. അത് മറയ്ക്കപ്പെടണം എന്നുള്ളൊരു അജണ്ട ഇവിടുത്തെ മുഖ്യധാരാ മീഡിയാസിനുണ്ട്. അതുകൊണ്ട് മാത്രമാണ് അവർ ഇത്തരം വാർത്തകൾക്ക് ഹൈലൈറ്റ് ചെയ്യുന്നത്. കാരണം അവർ തന്നെ വളർത്തിയെടുത്ത ഒരാളാണ് ഈ രാഹുൽ ഈശ്വർ. വലിയ രീതിയിൽ വളർത്തിയെടുത്ത് ഹൈപ്പ് കൊടുത്ത് വളർത്തിയെടുത്തൊരു വ്യക്തി. ഇപ്പോ പുള്ളിക്കാരനെ, പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്, ഈ ഒരു അറസ്റ്റ് പുള്ളിക്കാരന് കൊടുക്കാൻ പോകുന്ന മൈലേജ് ഭയങ്കരമാണ്. പുള്ളി അതാണ് ആഗ്രഹിക്കുന്നത്. കാരണം ചാനൽ ചർച്ചയിൽ വന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ വീണ്ടും വെളിപ്പെടുത്തും. പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോഴും അദ്ദേഹം പറയുന്നുണ്ട്, ഇനിയും ഞാൻ ഇത് തന്നെ പറയും. ബിക്കോസ് അത് തന്നെയാണ് പുള്ളിയുടെ ഇതെന്ന്. പുരുഷ കമ്മീഷൻ വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സ്ത്രീകളെയും എന്തും പറയാം. നമ്മൾ കണ്ടല്ലോ ബോബി ചമ്മണ്ണുടെ കാര്യത്തിൽ എല്ലാത്തിലും പുള്ളിക്കാർക്ക് അങ്ങനെ ഒരു സ്റ്റാൻഡ് ഉണ്ട്. പീഡനം വന്നു കഴിഞ്ഞാൽ ആ ഒരു പീഡകന്റെ വശം നിൽക്കുക എന്നുള്ളൊരു സ്റ്റാൻഡ് പിടിച്ചിട്ട് ഇത് പാർട്ടിക്ക് ഒരു മൈലേജ്. ഇപ്പൊ രാഹുൽ ഈശ്വർ എന്നുള്ളൊരു വ്യക്തി ഇങ്ങനെ നിന്നു എന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിന് യാതൊരു ഗുണം ഉണ്ടാവില്ല. ആ ഒരൊറ്റ നിലപാട് കൊണ്ട് രാഹുൽ മാങ്കൂട്ടം കേസിന് തന്നെ രാഹുലിന്റെ പല കാര്യങ്ങൾ വെളിവാക്കുമ്പോ പോലും അവിടെ രാഹുലിനെ കൾപ്രിറ്റ് എന്നുള്ള രീതിയിൽ വളരെ ശക്തമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു ഇത് മാത്രമാണ് ഈ രാഹുൽ ഈശ്വറിന്റെ നിലപാടും ഇടപെടലും കൊണ്ടുണ്ടായിരിക്കുന്നത്. അത് മനസ്സിലാക്കിയെടുക്കണം. അത് പക്ഷെ പലപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന് സപ്പോർട്ട് ചെയ്യുന്ന സൈബറായിട്ടുള്ള ആൾക്കാരൊന്നും മനസ്സിലാക്കുന്നില്ല. ഇതോടൊപ്പം തന്നെ എനിക്ക് മറ്റൊരു കാര്യം കൂടെ പറയേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തു ഇതാക്കി പുള്ളിക്കാരൻ ജയിലിലാണ്. പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സഖാത്തി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റ് വളരെ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് KK രമയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പൊ ഈ പോലീസ് അതിലെന്തെങ്കിലും ആക്ഷൻ എടുത്തിട്ടുണ്ടോന്ന് അറിയണം. കാരണം പൊതുസമൂഹത്തിൽ അവരൊരു MLA ആണ് KK രമ. MLA മാത്രമല്ല, ഒരു TP എന്ന് പറഞ്ഞ വ്യക്തിനെ കമ്മ്യൂണിസ്റ്റ് ഭീകരന്മാർ അതിഭീകരമായിട്ട് 51 വെട്ടിട്ട് കൊന്ന് നിശബ്ദമാക്കിയിട്ടുള്ള ഒരു എതിർശബ്ദത്തിനെ നിശബ്ദമാക്കിയിട്ടുള്ള കേരളം കണ്ട നിഷ്ഠൂരമായ ഒരു കൊലപാതകം. അതിന്റെ ഇരയുടെ വിധവയാണ് ആ സ്ത്രീ. അതും സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള ഒരു വ്യക്തിനെ ഏറ്റവും മ്ലേച്ഛമായിട്ടുള്ള അവരുടെ ഫോട്ടോ ഇട്ടിട്ട്
അപമാനിച്ചു. ഇതാണ് ആ ഇര എന്ന് പറഞ്ഞ് അപമാനിച്ചിട്ട് ഒരു ഡിവൈഎഫ്ഐ എന്ന് പറഞ്ഞ യുവജന പ്രസ്ഥാനത്തിന്റെ ഒരു ലേഡി, അവരെ പോസ്റ്റ് ഇപ്പൊ മാറ്റിയിട്ടുണ്ട്. പക്ഷെ അതിനെതിരെ കേസെടുക്കാൻ നമ്മുടെ സൈബർ പോലീസിന് ധൈര്യമുണ്ടോ? ഇല്ല. ഇതൊക്കെയാണ്. അപ്പൊ ഇത് നമ്മൾ ചോദിക്കുമ്പോൾ ഇത്തരം രീതിയിൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇന്റർപ്രിട്ടേഷൻസ് വരുന്ന എന്താണ്, അവര് രാഹുൽ മാങ്കൂട്ടം അല്ലെങ്കിൽ രാഹുൽ ഈശ്വറിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. നോ, വി ആർ ക്വസ്റ്റ്യനിങ്. അവിടെ എടുത്തു, ശരി തന്നെ, രാഹുൽ ഈശ്വറിനെ പോലെ ഒരു വ്യക്തിക്ക് ഇത് ആവശ്യമായിരുന്നു, എന്ത് കാര്യത്തിനും കയറി അനാവശ്യ ഇടപെടൽ നടത്തി അത് വേറൊരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന വ്യക്തി അർഹിച്ചത് കിട്ടി എന്നുള്ള രീതിയിൽ ഞാൻ പറയൂ. കാരണം ലെറ്റ് ഇറ്റ് ബി എ ലെസൺ, ലെറ്റ് ഇറ്റ് ബി ആൻ ഐ ഓപ്പണർ ടു എവ്രി വൺ. അടുത്തൊരാളുടെ സ്പേസിൽ കയറി ഏറ്റവും രീതിയിൽ അപഹസിക്കുക, ഇനി ഒരു ഇരയ്ക്കും മുന്നിൽ വന്ന് പറയാനുള്ള ധൈര്യം ഇല്ലാത്ത രീതിയിലാക്കുക എന്നുള്ള ഇതൊക്കെ സത്യം പറഞ്ഞാൽ പൊതുസമൂഹം ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതാണ്. അതോടൊപ്പം ഞാൻ ചോദിക്കുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ അപ്പുറത്തെ സൈഡില് ഇതേ രീതിയിലുള്ള ഒരു സൈബർ അറ്റാക്ക് നടത്തുമ്പം അതിനെതിരെ എന്തുകൊണ്ട് ആക്ഷൻസ് എടുക്കുന്നില്ല? നമുക്കറിയാം സീമ ജി നായർ, അവര് അയാളൊരു ജനപ്രതിനിധിയാണ്. വാർത്തകൾ വരുമ്പോൾ മാത്രമാണ് പീഡകൻ എന്നുള്ളതിനൊപ്പം ആ ഒരു വാർത്ത അറിയുന്നതിനൊപ്പം തന്നെ അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ്. അപ്പൊ സെലിബ്രിറ്റികൾ അയാളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെയുള്ള സെലിബ്രിറ്റികൾ ഏറ്റവും മോശം രീതിയിൽ നമുക്കറിയാം സൈബർ ഇടങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ സ്ലട്ട് ഷെയ്മിങ് നടത്തുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആളില്ല. അപ്പൊ എന്തുകൊണ്ട് അവർക്കെതിരെ അങ്ങനെയുള്ളവർക്കും ഈ ഒരു നിയമം ബാധകമല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ വെട്ടുകിളിക്കൂട്ടം, സൈബർ വെട്ടുകിളിക്കൂട്ടം വന്ന് ആ ചോദിക്കുന്നവരെ നിശബ്ദമാക്കണം. എന്തായിരിക്കും, നമ്മള് രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഈശ്വറിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ്. ഇത്തരം പ്രശ്നങ്ങളെയാണ് ഈ ഒരു ഇരട്ടത്താപ്പ് കാണുമ്പോഴാണ് സാധാരണ ജനങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു ഭരണത്തോട് തന്നെ വെറുപ്പ് തോന്നുന്നത്. കാരണം ഇവിടെ എല്ലാത്തിലും എന്താ പറയാ, രണ്ട് നീതിയാണ്. ഒരേ സദ്യ രണ്ട് പന്തിയിൽ ഇങ്ങനെ വിളമ്പും. അപ്പൊ അപ്പുറത്തെ സൈഡിലെ രാഷ്ട്രീയം നോക്കി ആ രീതിയിൽ അതികഠിനമായിട്ടുള്ള ശിക്ഷയും അതൊക്കെ ആയിട്ട് കൊണ്ടുപോകും. ഇപ്പുറത്തുള്ളത് നൈസായിട്ട് ഞാനിപ്പോഴും പറയുന്നുണ്ട്, അവിടെ രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തതുപോലെ അയാൾ പബ്ലിക്കായിട്ട് വന്നിട്ട് ഇങ്ങനെ ഒരുപാട് വീഡിയോസ് ചെയ്ത പോലെ തന്നെ ഒരു സൈബർ പോസ്റ്റ് ഇട്ടിട്ട് വ്യക്തമായിട്ടുള്ള രീതിയിൽ ആ കെ രമ എന്ന് പറഞ്ഞുള്ള സ്ത്രീയെ അവർ ഇതിലുമായിട്ട് യാതൊരു ബന്ധമല്ല. അതായത് രാഹുലിന്റെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ എടുത്തു വെച്ച് ഇതാണ് ഇര, 60 വയസ്സുകാരി ഇര എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചിട്ടുള്ളതിന് എന്ത് സൈബർ ആക്ഷൻ എടുക്കാൻ പറ്റും? അങ്ങനെയൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാം കേരളത്തിലെ സൈബർ പോലീസ് അല്ലെങ്കിൽ കേരളത്തിലെ ആഭ്യന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തവും വ്യക്തവുമായിട്ട് ജനങ്ങളെ ഒരേപോലെ കാണുന്നു, ഒരേ രീതിയിൽ നമ്മൾ പറയുക ഒരേ രീതിയിലുള്ള നീതിയും നിയമവും നിർവഹിക്കുന്നു എന്ന് പറയാം. അല്ലാതിരിക്കുന്ന കാലത്തോളം നമുക്ക് തോന്നുന്നത് ഇരട്ടത്താപ്പാണെന്നേ തോന്നൂ. അപ്പൊ ഞാനിപ്പോഴും പറഞ്ഞത് ഇതൊന്നും അല്ല കേരളം അഡ്രസ് ചെയ്യേണ്ടതായിട്ടുള്ള വിഷയം. കേരളത്തിൽ അല്ലെങ്കിൽ പ്രതിപക്ഷ അല്ലെങ്കിൽ കുറച്ച് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഓരോ മീഡിയ പേഴ്സൺസും അഡ്രസ് ചെയ്യേണ്ടതായിട്ടുള്ള വിഷയം എന്ന് പറയുമ്പോൾ ഇപ്പോഴും എപ്പോഴും അത് ശബരിമല ഇഷ്യൂ തന്നെയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള, ഈ ശബരിമല സ്വർണ്ണക്കൊള്ള പത്മരാജനിൽ കൊണ്ട് നിർത്തി വെച്ചിരിക്കുന്നത് എന്തുകൊണ്ട്? അതെന്തുകൊണ്ട് മുന്നോട്ട് പോകുന്നില്ല? അവിടെ ഒത്തുതീർപ്പ് രാഷ്ട്രീയ കളികളുണ്ടോ? ഇലക്ഷൻ എടുക്കുമ്പോൾ മസാല ബോണ്ടിങ് വരുമ്പോൾ അത് ഒത്തുതീർപ്പ് രാഷ്ട്രീയമുണ്ടോ? അതായത് ഇത് ഇത്ര സീറ്റ് ഞങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ ആ ഒരു കേസിൽ നിന്ന് മാറ്റാം എന്നുള്ള രഹസ്യ ഉടമ്പടികളുണ്ടോ? ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലേ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അല്ലാതെ ഒരു ഗർഭവും അവിഹിതമാണോ? അത് കോടതി കൊടുക്കും. ചെയ്തിട്ടുള്ള ക്രൈമിന്, ഗർഭചിത്രമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒഫൻസീവ് അങ്ങനത്തെ ക്രൈമിന് കൃത്യമായിട്ടുള്ള ഇടപെടൽ കോടതിയിൽ നിന്നുണ്ടാവും. അത് നീതി കിട്ടേണ്ടത് ഇരയ്ക്കെങ്കിൽ ഇരയ്ക്കത് കൃത്യമായിട്ട് കിട്ടുകയും ചെയ്യും. അല്ലാതെ ഇവിടെ രാഹുൽ ഈശ്വർ ഒരു വിഷയം പോലും അല്ല. രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ പ്രാവശ്യം കോടതി താക്കീത് ചെയ്ത് വിട്ടിട്ടുണ്ട്. മറ്റൊരു ആളുടെ ഇതിലേക്ക് കയറി പരസ്യമായിട്ടുള്ള അധിക്ഷേപങ്ങൾ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി വീണ്ടും ചെയ്തു. അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഇതൊന്നും തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് യാതൊരു പ്രതിഫലനവും സൃഷ്ടിക്കാൻ പോണില്ല. നമ്മുടെ വീട്ടില് ഞാൻ ഓരോ വ്യക്തിയോടും പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീട്ടില് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ വരുമ്പം നമ്മുടെ വാർഡില് ഇലക്ഷൻ സമയത്ത് മാത്രം വന്നിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കടന്നു പോകുന്നു തന്നെ പറയുക. യാതൊന്നും വേണ്ട. നേരെ മറിച്ച് നമുക്ക് ഉപകാരം ചെയ്തിട്ടുള്ള ആളാണ്. രാഷ്ട്രീയം നോക്കരുത്. തദ്ദേശത്തിൽ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ എത്തും. നമ്മുടെ അതാത് വാർഡിൽ എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിന്നാൽ തീർച്ചയായിട്ടും വെൽക്കം ചെയ്യുക, വോട്ട് ചെയ്യുക. അതായത് ഇതൊന്നും സാധാരണ ജനങ്ങളെ, ഞാൻ പറഞ്ഞിട്ടില്ലേ, സാധാരണ 500 രൂപ 1000 രൂപയ്ക്കൊക്കെ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് രാവിലെ തൊട്ട് രാത്രി വരെ ജോലി ചെയ്യണ മനുഷ്യരെ ബാധിക്കുന്ന ഒരു പ്രശ്നമേ അല്ല. അസുഖം കൂടിയിട്ട് നമ്മൾ പറയില്ല, എല്ലിന്റെ ഇടയിൽ ഇത് കൂട്ടിക്കഴിയുമ്പോൾ തോന്നണ കോഴിത്തരവും അത് പിന്നാലെ പോണ പൂങ്കോഴിത്തരവും ഇതൊന്നും സാധാരണ മനുഷ്യരെ ബാധിക്കുന്ന ഒരു പ്രശ്നമേ അല്ല.